ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നത്തെ വീഡിയോ നമ്മളൊരു ഓണം ഷോപ്പിങ്ങിന് പോവാണ്. ഷോപ്പിംഗ് ഒന്നുമല്ല, ജസ്റ്റ് ഒരു ഡ്രസ്സ് എടുക്കാൻ. നാട്ടിലത്തെ ഓണത്തിൻ്റെ അത്ര വരില്ല എന്നറിയാം, എന്നാലും നമ്മളേതായ രീതിയിൽ ചെറിയ ഒരു ഓണം സെലിബ്രേഷൻ നടത്താമെന്ന് വിചാരിച്ചു. കുപ്പായില്ലാതെ എന്തോ ഓണം. അങ്ങനെ ഓണത്തിന് ഇനി എത്ര ദിവസമുണ്ട്? ചൊവ്വ, ബുധൻ, വ്യാഴം, വെള്ളി, ശനി 5 ദിവസം. ഞായറാഴ്ച, ഈ വരുന്ന ഞായറാഴ്ച ഓണമാണ്. അപ്പോൾ 5 ദിവസം ഇനിയില്ലു. അപ്പോൾ നമുക്കിന്ന് പോയി ഡ്രസ്സ് എടുത്താലോ? ഇവിടെ തന്നെയാണ്, വേറെ എവിടെയല്ല. നടന്നു പോയി എവിടെയെങ്കിലും നല്ല ഏതെങ്കിലും ഡ്രസ്സ് ഉണ്ടെങ്കിൽ എടുക്കാമെന്ന് ചോദിച്ചു അല്ലേ. ലെറ്റ്സ് ഗോ. എവിടെ പോകും ഡ്രസ്സ് എടുക്കാൻ? ഒരു ഐഡിയ ഇല്ല. ആദ്യം നമുക്ക് ലുലുവിൽ പോയി നോക്കാം. അവിടെ നല്ലതുണ്ടെങ്കിൽ അവിടെ നിന്ന് എടുക്കാം, അല്ലെങ്കിൽ വേറെ എവിടെ നിന്ന് എടുക്കാം. നടക്കേണ്ട ദൂരേ ഉള്ളൂ. ഇതാണ് ലുലു. ഓ, ഞാനൊരു സമാധാനമായി ചോദിച്ചു. ഞാൻ നോക്കുമ്പോൾ നിങ്ങൾ കാണുന്നില്ല. ചൂടാണ് ഗൈസ്, ചൂടെടുത്ത് ഇതായി. താഴെ കുറേ സെയിലും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. നമ്മൾ മുകളിലോട്ടാണ് പോകുന്നത്. ഇതാണ് ഡ്രസ്സിൻ്റെ സെക്ഷൻ. ഞാൻ എന്തെടുക്കും ഗൈസ്? ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒന്നും എനിക്ക് ഇഷ്ടപ്പെടാറില്ല. അതാണ് സത്യാവസ്ഥ. ഡാൻസ് കൊള്ളാലോ, പക്ഷെ ഓണത്തിനൊന്നും പറ്റിയതല്ല. എൻ്റെ പേരാണോ? ഗൈസ്, എനിക്ക് ഇവിടെ നിന്നൊന്നും കിട്ടുമെന്ന് തോന്നുന്നില്ല. ഇവിടെ വന്നാൽ എപ്പോഴും എങ്ങനെയാണ് തിരിച്ചു പോക്കാണ് പതിവ്. ഇവിടുന്ന് ഞാൻ അങ്ങനെ വാങ്ങിക്കാറേ ഇല്ല ലുലുന്ന്. തോടൻ ജെൻസിൻ്റെ സെക്ഷനിൽ പോയിട്ടുണ്ട്. നമുക്ക് എന്തായാലും നോക്കാം. ഒന്നാമത് ലുലുവിൽ കുറച്ച് റേറ്റും കൂടുതലാണ്. അതിന് പറ്റിയ ഡ്രസ്സും ആയിരിക്കില്ല. എന്തായാലും നോക്കാം. എന്ത് ഔട്ട്ഫിറ്റ് എടുക്കുമെന്നും ഭയങ്കര സംശയമാണ്. കാരണം കഴിഞ്ഞ വർഷം ഓണത്തിന് ഞാനൊരു
ഓണം റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഔട്ട്ഫിറ്റ് ആയിരുന്നു ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത്. അതൊരു ടോപ്പ് കസവ് വെച്ചിട്ടുള്ള. പക്ഷെ ഞാൻ അന്നൊരു ദിവസം ഇട്ടത് പിന്നെ ഞാൻ ഇട്ടിട്ടില്ല. അപ്പോഴേ ജിത്തോടം പറഞ്ഞ് ഇപ്രാവശ്യം ഡെയിലി യൂസേജിന് പറ്റിയ ടോപ്പ് എടുത്താൽ മതി. അപ്പോൾ പിന്നെ അങ്ങനെ തന്നെ എടുക്കാമെന്ന് വിചാരിച്ചു. കാരണം പിന്നെ അത് യൂസ് ചെയ്യില്ല. ഇത് ഓണത്തിന് വയ്ക്കാമോ? കഴിഞ്ഞ പ്രാവശ്യം അങ്ങനത്തെ ഒന്നും മേടിച്ചിട്ടുണ്ടായി. ലൂസാണ് ഗൈസ്. ഇതില്ലേ this is the second one. രസമുണ്ടാവും ഒരുമാതിരി. അങ്ങനൊന്നും കിട്ടാതെ നമ്മൾ മടക്കുകയാണ്. അങ്ങനെ നെക്സ്റ്റ് ഷോപ്പിൽ വന്നിരിക്കുകയാണ് ഗൈസ്. ഒന്ന് ട്രയൽ ചെയ്ത് നോക്കാം. എന്താണ് ഗൈസ്, ഫൈനലി ഒരു ടോപ്പ് എടുത്ത് പോവുകയാണ്. അങ്ങനെ ഗൈസ് നമ്മൾ ഡ്രസ്സൊക്കെ വാങ്ങിച്ചു. ജിത്തോടിന് വാങ്ങിച്ചില്ല. ജിത്തോടിനപ്പോൾ വാങ്ങിക്കല് എപ്പോഴെങ്കിലും എന്ന് പറയുന്നില്ല, ഓണാവാറുണ്ട്. അപ്പോൾ വാങ്ങിക്കും. നമ്മളങ്ങനെ ഷവർമ ഓർഡർ ചെയ്തിരിക്കുകയാണ്. ഇത് നല്ല ഉപ്പിപ്പോകാം. നമ്മളിപ്പം ഷവർമ കഴിച്ചിട്ട് പറയാം. ഇത് സെക്കൻഡ് ഷോപ്പിംഗ് ആണ് കേട്ടോ. ഞാൻ ഓഫീസും വിട്ട് നേരെ ലുലുവിലേക്കാണ് പോയിട്ടുണ്ടായിരുന്നത്. ഒരു കേരള സാരി വാങ്ങിക്കാമെന്ന് വിചാരിച്ച്. പിന്നെ ലുലുന്ന് നേരെ ഇറങ്ങി KM ട്രേഡിൽ പോയിട്ട് ലാസ്റ്റ് ഈ ഒരു സാരിയാണ് ഞാൻ കൺഫേം ആക്കിയിട്ടുണ്ടായിരുന്നത്. ഹായ് ഗായ്സ്, മിഞ്ഞാത്ത വ്ളോഗിൻ്റെ കണ്ടിന്യൂഷനാണ് ഈ വ്ളോഗ്. മിഞ്ഞാന്ന് നമ്മൾ ഡ്രസ്സ് എടുക്കാൻ പോയി. ഇന്ന് നമ്മൾ പോകുന്നത് പച്ചക്കറി സാധനങ്ങൾ വാങ്ങിക്കാനാണ്. സദ്യക്കുള്ളത് അറിയാലോ, ഇപ്രാവശ്യം നമ്മൾ സദ്യ ഉണ്ടാക്കുകയാണ്. സദ്യ വാങ്ങി കഴിച്ചിട്ടായിരുന്നു, ഇപ്രാവശ്യം സദ്യ ഉണ്ടാക്കി കഴിക്കുകയാണ്. അപ്പം അതിനുള്ള സാധനങ്ങൾ വാങ്ങിക്കാൻ പോവുകയാണ് ഗായ്സ്. ഒന്നാമത് വെള്ളിയാഴ്ചയും കൂടെ അല്ലേ, അതുകൊണ്ടായിരിക്കാം പാർക്കിംഗ് കിട്ടുന്നില്ല.
കിട്ടിപ്പോയി. എത്ര വണ്ടികളാ പാർക്കിംഗ് കിട്ടാതെ വീണ്ടും അതേക്കാണ് നമ്മൾ നേരത്തെ വെച്ചെടുക്കാം. അത് പാർക്കിംഗ് ഏരിയല്ല എന്ന് പറയും. ഇതോ അതവര് ഒരാൾ പോലും വണ്ടി എടുക്കുന്നില്ല. കിട്ടിപ്പോയി. നല്ല തിരക്ക്. ട്രോളി എടുത്തോ? ട്രോളി ഓണത്തിൻ്റെ ചന്തകളൊക്കെ ഉണ്ടല്ലോ. ഫ്ലവറും മാവേലിയുണ്ട്. Cabbage. കണ്ടില്ല, ഒരു ലോഡ് സാധനങ്ങളായിട്ടാണ് വന്നിട്ടുള്ളത്. അതെ, വാഴയില ഇതാ ഇവിടെ കിടക്കുന്നുണ്ട്. വാഴയില ഗൈസ്, അങ്ങനെ ഒരു ലോഡ് സാധനങ്ങളായിട്ട് വന്നിട്ടുണ്ട്. ഇതാണ് ലാസ്റ്റ് ഷോപ്പിംഗ് ഓണത്തിൻ്റെത്. എന്താ, കഴിഞ്ഞ വർഷം ഞാൻ ഓൾറെഡി പറഞ്ഞ പോലെ കഴിഞ്ഞ വർഷം നമ്മൾ പാർസൽ വാങ്ങിച്ചിട്ടായിരുന്നു ഓണസദ്യ കഴിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇപ്രാവശ്യം ഉണ്ടാക്കാമെന്നൊക്കെ വിചാരിച്ചിട്ടാണ് സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ പോയത്. എന്താ വാങ്ങിക്കുക, എങ്ങനത്തെ വാങ്ങിക്കുക, ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല. പിന്നീട് എല്ലാം ഒരു ഐഡിയയുടെ പുറത്ത് വാങ്ങിച്ചു. എന്താ പറയുക, ഇതോടുകൂടി ഓണം ഷോപ്പിംഗ് അവസാനിക്കുകയാണ്. ഇതൊരു നന്നൊരു ഷോപ്പിംഗ് ആയിരുന്നു. നന്ന് കാല് വയ്യാതായി. ഭയങ്കര തിരക്കായിരുന്നു ഗൈസ് നെസ്റ്റോയിൽ. അതുകൊണ്ട് എത്രത്തോളം വീഡിയോ എടുത്തതെന്ന് എനിക്ക് അറിയില്ല. മാക്സിമം എന്താ പറയുക, സാധനങ്ങൾ എടുക്കുക എന്നൊക്കെയായിരുന്നു. ആ ഒറ്റ ലക്ഷ്യത്തോടെയായിരുന്നു എന്താ പറയുക ഫുള്ളുണ്ടായിരുന്നത്. പെട്ടെന്ന് സാധനം എടുക്കാം, അത്രയും തിരക്കല്ലേ. ഇപ്പം ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പം നെക്സ്റ്റ് ഓണം വ്ളോഗിൽ കാണുന്നത് വരെ ടിൽ ദെൻ ബൈ ബൈ. ജിത്തോട്ടൻ കാറ് പാർക്ക് ചെയ്യാൻ വേണ്ടി പോയിട്ടുണ്ട്. സാധനങ്ങളൊക്കെ എടിപിടിയെന്ന് പറഞ്ഞ് എത്തിച്ചിട്ട് പോയിട്ടുണ്ട്. അപ്പോൾ ബൈ ബൈ.